മുഅ്മിനെ, ഒരു മുഅ്മിനായ മനുഷ്യന് രണ്ട് വിഷയങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, മുഅ്മിനായ മനുഷ്യൻ ഒരു പക്ഷേ പിശുക്കനായി മാറിയേക്കാം, കുഴപ്പമില്ല. മുഅ്മിനായ മനുഷ്യൻ ഒരു പക്ഷേ ധൈര്യമില്ലാത്ത, ജബാൻ എന്ന അറബിയിൽ പറയുന്ന ധൈര്യമില്ലാത്ത ആളായി മാറിയേക്കാം, പ്രശ്നമില്ല. മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും അയാൾ കളവ് പറയുന്നവനോ വഞ്ചന ചെയ്യുന്നവനോ ആവുകയില്ലെന്ന്, ഈ രണ്ട് സ്വഭാവവും ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാവുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് നബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയേ, ഒരു മുഅ്മിനായ മനുഷ്യൻ മോഷണം നടത്തുമോ? ചിലപ്പോൾ ചെയ്തേക്കാം. മുഅ്മിനായ മനുഷ്യൻ ഹബീബായ നബിയെ പിശുക്ക് കാണിച്ചേക്കുമോ? ഒരു മുഅ്മിനായ ആളിൽ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായേക്കാം. അല്ലാഹുക്കത് ഇഷ്ടമല്ലെങ്കിലും മുഅ്മിനായ മനുഷ്യൻ ഹബീബായ നബിയെ, മുഅ്മിനായ മനുഷ്യൻ ധൈര്യമില്ലാത്തവനായി മാറുമോ, ജബാനാകുമോ എന്ന് ചോദിച്ചപ്പോ, അങ്ങനെ ആവാം, അങ്ങനെ ആവാം. മുഅ്മിനായ മനുഷ്യൻ ഹൽ യകൂനു കദ്ദാബൻ, നുണ പറയുന്ന ആളാകുമോ നബിയേ? ലാ, മുഅ്മിനായ മനുഷ്യന് നുണ പറയാൻ കഴിയില്ല. ആണിനും പെണ്ണിനും നുണ പറയാൻ കഴിയില്ല. ആ നുണ പറയുന്ന ആൾ ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അവർ ഈമാനിന്റെ സ്വഭാവമല്ല ആ കാണിക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കുടിക്കുകയോ വ്യഭിചരിക്കുകയോ ചെയ്തേക്കാം എന്ന് പോലും ഹദീസിലുണ്ട്. അതൊക്കെ സംഭവിച്ചേക്കാം. ഒരാളുടെ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയി തെറ്റ് സംഭവിച്ചു പോയേക്കാം. അയാൾ തൗബ ചെയ്ത് മടങ്ങിയേക്കാം. പക്ഷേ നുണ പറയാ, സ്ഥിരം നുണ പറയാ. മുഅ്മിനായ മനുഷ്യൻ എന്നും സത്യത്തിന്റെ കൂടെയാണ്. മുഅ്മിനായ മനുഷ്യൻ സ്വാദിഖാണ്, സത്യസന്ധനാണ്. അവൻ ഒരിക്കലും നുണ പറയില്ല. നുണ പറയുന്നത് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവത്തിലുമില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സത്യങ്ങൾ അപ്രിയങ്ങളാണ്, ചില സത്യങ്ങൾ കൈപ്പേറിയതാണ്. പക്ഷെ കൈപ്പാണെങ്കിലും സത്യം പറഞ്ഞല്ലേ പറ്റൂ. ഈ ഉമ്മത്തിന്റെ നന്മയിലേക്ക് നയിക്കാൻ പ്രഗത്ഭരായ ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ സഹിച്ച ഒരുപാട് ത്യാഗങ്ങളുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിലാഫത്തുർ റാഷിദിന് ശേഷം ഒരുപാട് ക്രൂരന്മാരായ ഭരണാധികാരികൾ ഈ ഉമ്മത്തിൽ കടന്നുപോയിട്ടുണ്ട്. സഫാക്കിങ്ങൾ, രക്തം ചൊരിയുന്ന ആളുകൾ, കൊലപാതകം ചെയ്ത ആളുകൾ, പതിനായിരക്കണക്കിന് സത്യവിശ്വാസികളെ വെറുതെ കൊന്ന ഭരണാധികാരികളുണ്ട്. പേരിൽ അവരൊക്കെ മുസ്ലിമാണ്. വഹിസാബുഹും അലല്ലാഹ്, അവരുടെ വിചാരണ അല്ലാഹുവിലേക്കാണ്.